പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗയിൽ 8 അംഗങ്ങൾ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് പ്രാണായാമം. പ്രാണായാമ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. പ്രാണ മീൻസ് വൈറ്റൽ ഫോഴ്സ്, എനർജി. യമ മീൻസ് കൺട്രോൾ. അപ്പോൾ പ്രാണായാമ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലെ പ്രാണിക് എനർജി, ആ വൈറ്റൽ ഫോഴ്സിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വൈറ്റൽ ഫോഴ്സിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക. അതിനാണ് നമ്മൾ യോഗയുടെ ഭാഗമായിട്ട് പ്രാണായാമങ്ങളും കൂടെ ചെയ്യുന്നത്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റെഫറി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഇന്ന് ഭ്രമരി പ്രാണായാമം, അത് എങ്ങനെ ചെയ്യാം, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ലാത്തവരാരൊക്കെയാണ്, അതുപോലെ ഇത് ചെയ്യുന്നത് രീതി, എത്ര സമയം ചെയ്യണം, അതെല്ലാമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭ്രമരി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രാണായാമമാണ്. അതുപോലെ കുംഭകം ഹോൾഡിംഗ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇൻഹെയിൽ ചെയ്യുന്നു, എക്സലേഷൻ വിത്ത് എ ഹമ്മിങ് സൗണ്ട് എന്നാണ് പറയുന്നത്. ഭ്രമരി മീൻസ് ഫീമെയിൽ ബി എന്നാണ് പറയുന്നത്. വണ്ടിൻ്റെ ഒരു സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ എക്സലേഷനോടൊപ്പം. അത് മാക്സിമം നമുക്ക് എന്തുമാത്രം സ്ലോ ആയിട്ട് എക്സൈൽ ചെയ്ത് ആ ബി സൗണ്ട് എന്തുമാത്രം നേരം നമുക്ക് പുറപ്പെടുവിക്കാവോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ ഹമ്മിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ നല്ലതായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെർവസ് ഡിസോർഡറൊക്കെ ഉള്ളവർക്ക്, അതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഒക്കെ ഉള്ള ആൾക്കാർക്ക്, ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. പിന്നെ ഉറക്കക്കുറവുള്ളവർക്ക് ഇത് നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഭ്രമരി പ്രാണായാമം ചെയ്യാം. അത് ഒരു 5 മിനിറ്റൊക്കെ ചെയ്താൽ മതി. രാവിലെ ഏർലി മോർണിംഗിലും നിങ്ങൾ ചെയ്യണം. ജസ്റ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുക. അപ്പോൾ നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടാൻ സഹായിക്കും. അപ്പോൾ നല്ല ഉറക്കം കിട്ടിയാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം കുറയും. അതുപോലെ തന്നെ BP നമ്മുടെ കൺട്രോളിലാവും. ഹൈ പ്രഷർ ഉള്ളവരൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് ഈ ബി സൗണ്ട്, ഹമ്മിങ് സൗണ്ട് വരുമ്പോൾ നമ്മുടെ ഈ ത്രോട്ടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൈറോയിഡ് ഉള്ളവർ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗുണങ്ങൾ കണ്ടു. ഉറക്കക്കുറവുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഭ്രമരി ചെയ്യുന്നത്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുക. അതുപോലെ ടെൻഷൻ, സ്ട്രെസ് ഉള്ളവർ, അതുപോലെ നെർവസ് ഡിസോർഡേഴ്സ് ഉള്ളവർ, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഈ ഭ്രമരി പ്രാണായാമം ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എവിടെ ഇരുന്നാലും ഒരു യോഗ മാറ്റ് എടുക്കുക. ഇതുപോലെ നമ്മൾ വളരെ നമ്മുടെ ബാക്ക് ബോൺ, നട്ടലും നമ്മുടെ തലയും ഒരേ ലൈനിൽ വരത്തക്ക പോലെ ഇരിക്കുക. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഈ കൈ വിരലുകൾ, ചൂണ്ടുവിരലുകൾ ഈ ചെവിയിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് ദീർഘമായി ഇൻഹെയിൽ ചെയ്യുക. ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം എക്സൈൽ ചെയ്യുന്നതോടൊപ്പം, അത് വളരെ സ്ലോലി എക്സൈൽ ചെയ്യുക. എക്സൈൽ ചെയ്യുന്നതോടൊപ്പം നമ്മളൊരു ഹമ്മിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു വണ്ടിൻ്റെ മുരളൽ പോലെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം ഒന്ന് വൈബ്രേഷൻ ഉണ്ടാക്കും. അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ ഫീമെയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, ഇതിൻ്റെയൊക്കെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ആകാനൊക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ടെൻഷൻ റിലീഫ്, സ്ട്രെസ് പോകുന്നു, ഡിപ്രഷൻ മാറുന്നു. അപ്പോൾ മൈൻഡ് ആൻഡ് ബോഡിയെ കാമാക്കുന്നു. എല്ലാ പ്രാണായാമങ്ങളും നമ്മുടെ ബോഡി ആൻഡ് മൈൻഡിനെ കാമാക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ഭ്രമരി, ബിക്കോസ് ദിസ് ഹമ്മിങ് സൗണ്ട് വി ആർ പ്രൊഡ്യൂസിങ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്നോടൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈമും എന്നോടൊപ്പം ചെയ്യുക. ഓക്കെ, ഐസ് ക്ലോസ് ചെയ്യുന്നു. വിരൽ ചെവിയിലേക്ക് ഒത്തിരി പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. നമ്മുടെ
ഡിസ്റ്റർബൻസ്, പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെക്കുന്നു. ഇൻഹേൽ, ഓക്കെ. അപ്പം നമുക്ക് എത്രമാത്രം സ്ലോ ആക്കാവോ നമ്മുടെ എക്സലേഷൻ, അപ്പം അതിൻ്റെ ബെനിഫിറ്റ് കൂടിയിരിക്കും. ഇത് ഒന്ന്. അങ്ങനെ നിങ്ങളൊരു 5 ടൈംസെങ്കിലും രാവിലെ ചെയ്യുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 5 പ്രാവശ്യം ചെയ്യുക. ക്രമേണ നിങ്ങൾക്കിത് 5 എന്നുള്ളത് 10 കൊണ്ടുവരിക. കൂടുതൽ സമയം ചെയ്യുന്നത് കൂടുതൽ എഫക്റ്റ് കിട്ടുമെന്നറിയാമല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. എക്സൈൽ ചെയ്യുന്നതോടൊപ്പം ഹമ്മിങ് സൗണ്ട്. ഇൻഹേൽ, ഇങ്ങനെ 5 തവണ ചെയ്യുക. ഇത് 1-2 ദിവസമോ ഒരാഴ്ച ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. എല്ലാ ദിവസവും ഏർലി മോർണിംഗ് ചെയ്യുക, എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുക. യോഗ ഒക്കെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ലോ ചെയ്യുന്നത്. രാവിലെ നമ്മൾ ഭക്ഷണത്തിന് മുമ്പാണ് യോഗ ഒക്കെ ചെയ്യുന്നത്. ആ കൂടെ ഇത് കൂടുതൽ സമയം ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് നമ്മൾ പോകും. ഒരു പ്രാണായാമമാണ്, പക്ഷേ അതൊരു മെഡിറ്റേഷൻ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഉറങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് നിങ്ങൾ ബെഡിൽ ഇരുന്നുകൊണ്ട് 5 മിനിറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് ചെയ്യാൻ പാടില്ലാത്തവരാണെന്ന് ചോദിച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഒന്നും ചെയ്യേണ്ട. അതുപോലെ പീരീഡ്സിലായിട്ടുള്ള ആൾക്കാരും ചെയ്യാതിരിക്കുക. പിന്നെ എപ്പിലെപ്സി ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരും ചെസ്റ്റ് പെയിന്, ചെവി വേദന, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊന്നും ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കി എല്ലാവർക്കും ചെയ്യുക. എസ്പെഷ്യലി ഹൈ BP ഉള്ളവരും ഉറക്കക്കുറവുള്ളവരും ഇത് ഡെയിലി ചെയ്താൽ നല്ല പ്രയോജനം ഉണ്ടാവും. നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങട്ടെ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ.